ദൈവനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ചുരുക്കം പേരാണെന്ന് തോന്നുന്നു കടന്നു വന്നത്. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു വന്ന വിഷയത്തെ തുടർമാനമായിട്ട് ഇന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വേദഭാഗം തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. നമ്മൾ അതിനെ തുടർന്ന് ഇന്നും അല്പമായിട്ട് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ശുശ്രൂഷകന്മാർ എന്നുള്ള ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചത്. അതിനോടനുബന്ധിച്ച് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ: ആരാണ് ശുശ്രൂഷകന്മാർ, അതുപോലെ ഒരു സഭയിൽ ശുശ്രൂഷകൻ്റെ ആവശ്യകത, അതുപോലെ ശുശ്രൂഷകൻ സഭയിൽ നിലയിലുള്ള പലവിധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, പ്രവർത്തനങ്ങൾ, ആരാണ് യഥാർത്ഥ ശുശ്രൂഷകന്മാർ, വിശ്വസ്ത ശുശ്രൂഷകന്മാർ, അതുപോലെ നല്ല ശുശ്രൂഷകന്മാർ എന്നീ പദങ്ങളൊക്കെ നമ്മൾ എടുത്ത് ചിന്തിക്കുകയുണ്ടായല്ലോ. ഇന്ന് അതേ തുടർന്ന് അല്പമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂടുതലും ഊന്നി ചിന്തിച്ചത് സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷകൾ ആയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് സഹോദരിമാരുടെ ശുശ്രൂഷ എന്നുള്ള ആ വിഷയത്തെ ആസ്പദമാക്കി അല്പമായിട്ടുള്ള എനിക്ക് ലഭിച്ച ചിന്തകളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളും ഉണ്ട്. അത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സഭയിലെ ശുശ്രൂഷകൻ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതല്ല. അവിടെ കാര്യങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പല നിലയിൽ, അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും പ്രവർത്തിക്കുവാനുള്ള എല്ലാ സാവകാശം സഹോദരിമാർക്കും അത് ഉണ്ടെന്നുള്ള കാര്യം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ അവസാനത്തെ അധ്യായം 16-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വരുമ്പോൾ അവിടെ കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തി ഫേബയെ കുറിച്ച് നമ്മൾ വായിക്കുന്നതാണ്. ആ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശുശ്രൂഷക്കാരത്തികൾ എന്ന്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയും കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബ എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാൽ തന്നെയും സഹോദരിമാർക്ക് അവരുടേതായിട്ടുള്ള ശുശ്രൂഷകൾ അതിൽ ഉണ്ട് എന്നുള്ളതിൽ അതിൽ യാതൊരു സംശയമില്ല. ഒരു സഹോദരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മളത് ചിന്തിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. സഹോദരിമാരുടെ അടുത്ത് തന്നെ അത് ചോദിക്കാം. ഒരു സഹോദരിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ശുശ്രൂഷ എന്താണ്? അത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ എൻ്റെ ചിന്തയിൽ വന്ന ഒരു കാര്യം അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായിരിക്കും ഒരു സഹോദരിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുടുംബസ്ഥരായ ഭാര്യ ഭർത്താക്കന്മാരുള്ള ഒരു കുടുംബം, അതിൽ ആ കുടുംബത്തിൽ ആ സഹോദരിക്ക് ഉള്ള ഏറ്റവും വലിയ ശുശ്രൂഷ എന്തായിരിക്കും? സഹോദരന്മാർക്കും പറയാം. സഹോദരിമാർ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശിച്ചാണോ മിണ്ടാതിരിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾക്കും പറയാനുള്ള എല്ലാ സാവകാശവും ഉണ്ട്. ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ് സഹോദരിമാർക്കുള്ള? കേട്ടില്ല. മക്കളെ പ്രസവിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ ചിന്തയിൽ വന്നത് ഞാൻ പറയാം. ഒരു സഹോദരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഭാര്യയെ സംബന്ധിച്ച് ആ ഭാര്യയുടെ ഏറ്റവും വലിയ ശുശ്രൂഷ അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിനെ, തൻ്റെ ഭർത്താക്കന്മാരെ ശുശ്രൂഷകളിൽ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇത് ഒരു സഹോദരിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സഹോദരനെ സംബന്ധിച്ച് സഭയിൽ അനേകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മൾ ചിന്തിച്ച കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ സഭയിൽ നിറവേറ്റണമെങ്കിൽ, അത് ശരിയായിട്ട് രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു സഭയിൽ വചനം പഠിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ
അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടുന്ന പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് ഒരു സഹോദരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ്. അവർക്ക് പുറമേ വന്ന് ശുശ്രൂഷകളിൽ സഭകളിൽ ഏർപ്പെടാനായിട്ട് സഹോദരന്മാരെ പോലെ ആ ഒരു നിലവാരത്തിൽ ഏർപ്പെടുവാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും പുറകിൽ നിന്നുകൊണ്ട് ആ സഹോദരനെ പിന്താങ്ങുകയും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് ഒരു സഹോദരിയെ സംബന്ധിച്ച് ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരു ഭാര്യയെ സംബന്ധിച്ച് ആ ഭാര്യയുടെ പിന്തുണ ഇല്ലാതെ ഒരിക്കലും ആ ഭർത്താവിന് അല്ലെങ്കിൽ ആ സഹോദരന് ഒരു നിലയിലും സഭയിൽ ശുശ്രൂഷകളിൽ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ല. അത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കുടുംബത്തിലായിരിക്കുമ്പോൾ ആ കുടുംബത്തിലെ കാര്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ സഭയിലെ കാര്യങ്ങൾ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ സഹോദരിമാർക്ക് വളരെയധികം ഏറിയ പങ്കുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഒരു സഹോദരനെ സംബന്ധിച്ച് സഭയിൽ ചില ശുശ്രൂഷകൾ ഉണ്ടെങ്കിൽ ഭാര്യ അതിനോട് എതിർപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു മനോഭാവമാണ് കാണിക്കുന്നതെങ്കിൽ ആ സഹോദരനെ സംബന്ധിച്ച് ആ ശുശ്രൂഷയിൽ തികച്ചും ഒരു പരാജയം തന്നെയായിരിക്കും. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. അത് നമുക്ക് വചനം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, അവിടെ 1-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ സെഖരിയാവിനെയും എലിസബത്തിനെയും കുറിച്ച് ആ ഒരു കുടുംബത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പ്രത്യേകം എടുത്തു പറയുന്നു, സെഖരിയാവ് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ തന്നെയും തൻ്റെ ഭാര്യ എലിസബത്തിനെ സംബന്ധിച്ച് ആ സഹോദരി പ്രാർത്ഥനയിൽ വളരെ അധികം ഉറ്റിരുന്നു എന്ന് നമുക്ക് ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ആ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ 2-3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവര് ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. കൂടാതെ തന്നെ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ ആയിരുന്നു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു കുടുംബത്തെ സംബന്ധിച്ച്, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അവരുടെ കുടുംബം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അവര് എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു സഹോദരിയെ സംബന്ധിച്ച് സഹോദരന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചില ത്യാഗങ്ങളൊക്കെ ചെയ്യുവാനും ചിലതൊക്കെ സഹിക്കുവാനും ചെയ്താൽ മാത്രമേ ആ സഹോദരന് ശുശ്രൂഷയിൽ മുന്നോട്ട് വരുവാനും ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പരാജയം സംഭവിക്കുന്നത് സഹോദരിമാരുടെ ആ ഒരു പിന്തുണയോ പ്രോത്സാഹനമോ ശരിയായിട്ടുള്ള ആവശ്യകതയോ ഇല്ലാതെ വരുമ്പോൾ തികച്ചും ആ സഹോദരന്റെ ശുശ്രൂഷ ഒരു പരാജയമുള്ളതായിട്ട് തീരുവാൻ സാധിക്കുമെന്ന് നമുക്ക് അത് വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. എന്നിരുന്നാൽ തന്നെയും നമ്മൾ സഹോദരിമാരുടെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചില പരിമിതികൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സഹോദരന്മാർ സഭയിൽ ചെയ്യുന്ന ആ ഒരു നിലവാരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് സഹോദരിമാർക്ക് ദൈവം അനുവദിക്കുന്നില്ല. അത് നമ്മൾ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. എന്തുകൊണ്ടായിരിക്കാം അവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ? എന്തുകൊണ്ടായിരിക്കാം? സഹോദരിമാർക്ക് തന്നെ പറയാം, എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് അവിടെ വാക്യം പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനായിട്ട് അവിടെ വേദഭാഗം അവിടെ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ പറഞ്ഞിട്ടില്ല പുരുഷന്റെ മേൽ അധികാരം നടത്തുവാൻ. അല്ലെങ്കിൽ ആ പുരുഷന്റെ ഒപ്പം നിന്ന് പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് അനുവദിച്ചിട്ടില്ല എന്ന് നമ്മൾ ആ കൊരിന്ത്യർക്ക് ലേഖനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക്
അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ആ നിലവാരത്തിൽ സഹോദരിമാർ എത്താത്തതിൻ്റെ ഒരു കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പല കാരണങ്ങളെ ചിന്തിക്കും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുമ്പോൾ നമ്മൾ പറയും സ്ത്രീയാണ് അല്ലെങ്കിൽ ഹവ്വയാണ് ആദ്യം വഞ്ചിക്കപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം പുരുഷന്റെ ആ ഒരു സമമായിട്ട് സ്ത്രീകളെ കൊണ്ടുവരാത്തതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അല്ലെങ്കിൽ സ്ത്രീയാണ് ആദ്യം പാപം ചെയ്തത്, എന്നിട്ടാണ് പുരുഷൻ പാപം ചെയ്തത്. ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന്റെ തക്ക തുണയായിട്ടാണ് അവിടെ സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു തക്ക തുണയായിട്ട് തന്നെ പുരുഷന് ഓടൊപ്പം ഈ സ്ത്രീയും ആയിരിക്കണം. അല്ലാതെ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ പുരുഷനോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു തുണയായിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തുണയായിട്ട് തന്നെയാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് ആ വേദഭാഗങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിരുന്നാൽ തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാവും, ഏത് പുരുഷന്റെയും തല ക്രിസ്തു. സൃഷ്ടിയുടെ ക്രമം അനുസരിച്ച് സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു എന്നിങ്ങനെയുള്ള വാക്യങ്ങളും പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണെന്നും നമ്മൾ മുന്നോട്ടുള്ള വാക്യങ്ങളിൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്ന് അവിടെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളൊരു സഭയെ സംബന്ധിച്ച് ശുശ്രൂഷകളിൽ വരുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ സ്ത്രീയും പുരുഷനും തമ്മിൽ അത് ഉണ്ടായിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തില് അവിടെ ഭർത്താവിൻ്റെ ശിരസ് അല്ലെങ്കിൽ പുരുഷനാണ് ആ ശിരസ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അത് കൂടാതെ തന്നെ അവിടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവും വണ്ണം കീഴടങ്ങുവിൻ. അത് തന്നെയാണ് ഒരു സഭയിലും നമ്മൾ ആയിരിക്കേണ്ട, കീഴടങ്ങിയിരിക്കുക. അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന സഹോദരന്മാരുടെ അധികാരം എടുക്കുവാനായിട്ട് പറയുന്നില്ല, അവർക്ക് കീഴടങ്ങിയിരിക്കുവാനാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ ഈ ക്രമത്തിന്റെ കാര്യം വളരെ എങ്ങനെയാണ് ആ ക്രമം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്നുള്ള പദപ്രയോഗം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പുരുഷന്റെ സമാനമായിട്ടുള്ള ശുശ്രൂഷകൾ സഹോദരിമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേദപുസ്തകം അല്ലെങ്കിൽ ദൈവം അത് ക്രമപ്പെടുത്തി കൊടുക്കാത്തതിൻ്റെ കാരണം. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അത് തന്നെയാണ് വായിക്കുന്നത്, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു, ആദ്യം പുരുഷൻ, പിന്നീട് പുരുഷനിൽ നിന്നും തക്ക തുണയായിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ സ്ത്രീയെ ഉണ്ടാക്കി എന്നുള്ള അർത്ഥമൊക്കെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഒരു സഭയെ സംബന്ധിച്ച് ശുശ്രൂഷകളിൽ സഹോദരിമാർക്ക് അവരുടേതായ നിലയിലുള്ള ഒരു സഹോദരന്മാരുടെ നിലയിലുള്ള ആ ഒരു ഉയർച്ചയും
അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ ഒരു പരിമിതമായിട്ടുള്ള അളവും സഹോദരിമാർക്ക് വച്ചിരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ 1 കൊരിന്ത്യർ 11 അധ്യായം അതിൻ്റെ 7 പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണ്, പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും ആകയാൽ. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് അവിടെ പറയുന്നത്, പുരുഷൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും ആണ്. പ്രതിമയും തേജസ്സും. പക്ഷേ ഈ തേജസ്സാണ് ഈ മനുഷ്യന് നഷ്ടപ്പെട്ടത്. അതാണ് നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ 3 അധ്യായത്തിൽ വായിച്ചത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. അപ്പോൾ പാപം ചെയ്യുന്നതിന് മുമ്പ് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും ആയിരുന്നു. പ്രതിമയും തേജസ്സും. പക്ഷെ പാപം ചെയ്തപ്പോൾ ആ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ വ്യക്തി കീഴടങ്ങി ഇരിപ്പാനും പഠിക്കുവാനുമായിട്ടാണ് ദൈവവചനം അത് പറഞ്ഞിരിക്കുന്നത്. അതായത് ശുശ്രൂഷകളിൽ നിന്ന് സഹോദരന്മാർക്ക് വേണ്ടുന്ന പിന്തുണ നൽകുകയും ശുശ്രൂഷകന്മാർക്ക് അവരുടെ ഒപ്പമുള്ള ഒരു നിലവാരത്തിലേക്ക് വരുവാനായിട്ട് ഒരു പുറമേ ഉള്ള ഒരു കാര്യം ദൈവവചനം അനുവദിക്കുന്നില്ല. കീഴടങ്ങി ഇരിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മൾ പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് വരുമ്പോൾ, അവിടെ റിബേക്ക ഇസഹാക്കിനെ കണ്ടപ്പോൾ മൂടുപടം ഇട്ട് മൂടിയതായിട്ട് കാണുവാൻ സാധിക്കും. അതായത് റിബേക്കയെതിരേറ്റ് ഇസഹാക്ക് വരുമ്പോൾ ഈ റിബേക്ക ഇസഹാക്കിനെ കാണുമ്പോൾ മൂടുപടം ഇട്ട് മൂടിയതായിട്ട് കാണുവാൻ സാധിക്കും. അത് ഒരു താഴ്മയുടെയും ഒരു കീഴടങ്ങലിൻ്റെയും ഒരു അർത്ഥമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതേ അർത്ഥം തന്നെയാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ കീഴടങ്ങി ഇരിക്കേണ്ടുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ, കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ വായിച്ചതുപോലെ, സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഈ സഭായോഗം എന്ന് പറയുന്നത് അത് ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ചയുള്ള യോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, ഈ ഞായറാഴ്ചയാണല്ലോ എല്ലാവരും കൂടി വരുന്നത്, ദൈവസഭയിൽ എല്ലാവരും ഞായറാഴ്ചയാണ് കൂടി വരുന്നത്. അപ്പോൾ അത് മാത്രമാണ് സഭായോഗം. മറ്റുള്ളതൊന്നും സഭായോഗം അല്ല. ചൊവ്വാഴ്ച ബൈബിൾ ക്ലാസ്, വ്യാഴാഴ്ച പ്രാർത്ഥനാ യോഗം, സാക്ഷിയോഗം, പ്രാർത്ഥനാ കൂടിയരവ്, ഇതൊന്നും സഭായോഗമല്ല. ഞായറാഴ്ച എല്ലാവരും കൂടി വന്ന് കർത്തൃമേശ ആചരിക്കുന്നതാണ് സഭായോഗം. ഇങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണയൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നു പോകാറുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഞായറാഴ്ചയുള്ള ആ ഒരു സഭായോഗത്തിന് അതിന് മാത്രം മിണ്ടാതിരിക്കട്ടെ എന്നുള്ളൊരു അർത്ഥമല്ല ഇവിടെ പറയുന്നത്. നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യരിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാകുവാൻ സാധിക്കും. സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ പലവിധമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. സഹോദരിമാർക്ക് സഭായോഗങ്ങളിൽ പാട്ട് പാടാമോ, അല്ലെങ്കിൽ സാക്ഷ്യം പറയാമോ, പ്രാർത്ഥിക്കാമോ, വചനഭാഗം വായിക്കാമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ പൊതുവേ വരാറുണ്ട്. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തിമത്യോസിൻ്റെ 1 ലേഖനം അതിൻ്റെ 2 അധ്യായം 12 വാക്യത്തിൽ പറയുന്നു, അവിടെയും കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അവിടെ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് മൗനമായിരിക്കാൻ അല്ലാതെ, മൗനമായിട്ടിരിക്കണം, കൂടാതെ ഉപദേശിപ്പാനായിട്ട് പാടില്ല, പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനായിട്ട് പാടില്ല. ഇത് അനുവദിക്കുന്നില്ല എന്ന്
വളരെ വ്യക്തമായിട്ട് ഈ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിലോട്ട് വരുമ്പോൾ അവിടെ പറയുന്നു, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ എന്നപോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങി ഇരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. സ്ത്രീകൾ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. അവിടെയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ സഭയിൽ കീഴടങ്ങി ഇരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അപ്പോൾ ഈ വാക്യങ്ങളിലൊക്കെ നമ്മൾ ഈ 2 വേദഭാഗങ്ങളിലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം, സഹോദരിമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു അല്ലെങ്കിൽ ശുശ്രൂഷകൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ വായ് തുറക്കാതെ ഒന്നും മിണ്ടാതെ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ഈ 2 വേദഭാഗങ്ങളും ഒന്നിച്ച് വായിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാകും, പുരുഷന്റെ മേൽ ഉള്ള അധികാരം എടുക്കുവാനായിട്ട് അവിടെ അനുവാദമില്ല. അല്ലെങ്കിൽ കീഴടങ്ങി ഇരിക്കാതെ അല്ലെങ്കിൽ സഹോദരന്മാർ അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരുടെ അല്ലെങ്കിൽ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ഉപദേശകന്മാരുടെ അവരുടെ മുന്നിലോട്ട് എത്തുവാനായിട്ടുള്ള ഒരു അധികാരം ഒരു സ്ത്രീക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ വായിച്ചു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. നമ്മൾ ഇന്ന് സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് പല നിലയിലും സ്ത്രീകൾക്ക് പുരുഷന്മാരുടേതായിട്ടുള്ള തുല്യമായിട്ടുള്ള സ്ഥാനങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായാലും മറ്റു മേഖലകളിലായാലും അല്ലെങ്കിൽ ഒരു സ്പോർട്സിൽ ആയാലും ഒരു രാഷ്ട്രീയത്തിലായാലും ഈ മേഖലകളിലെല്ലാം പുരുഷന് തുല്യമായിട്ടുള്ള ഒരു പദവിയിൽ ഇപ്പോൾ സ്ത്രീകളും ആയിരിക്കുന്നു. കൂടാതെ തന്നെ പല മേഖലകളിലും പല ഉയർച്ചകളിലും ഇന്ന് പുരുഷന്റെ ആ നിലയിൽ സ്ത്രീകളും ആയിരിക്കുന്നു, നമ്മൾ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ. എന്നാൽ ഒരു സഭയെ സംബന്ധിച്ച് ഈ ഒരു നിലവാരത്തിൽ ഒപ്പം നിൽക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന അതിൽ ചില പരിമിതികൾ, ചില അതിർത്തികൾ വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഈ 2 വേദഭാഗങ്ങളും വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിച്ചത്, ഒരു സഹോദരിമാർ അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് പാട്ടുപാടാമോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമോ സാക്ഷ്യം പറയാമോ, ഇതിൻ്റെയൊക്കെ മറുപടി അല്ലെങ്കിൽ ഇതിലൊക്കെ ഏത് അളവ് വരെ നമുക്ക് ആകാമെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് ഈ വാക്യങ്ങളിൽ വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മൾ ചിന്തിച്ച പോലെ തന്നെ അത് കീഴടങ്ങി നിന്ന് അല്ലെങ്കിൽ കീഴടങ്ങി എന്നുള്ള ആ മനോഭാവത്തോടു കൂടി അവർക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. കൂടാതെ തന്നെ ഒരു സഭയെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന കൂടിവരകൾ അല്ലെങ്കിൽ അവിടെ സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും ഉൾപ്പെട്ട് നടക്കുന്ന ഒരു കൂടിവരവിൽ ആ ഒരു സദസ്സിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് അത് പുരുഷനിൽ തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഉദാഹരണത്തിന് ഒരു കൂടിവരവുകളിൽ പ്രബോധനമുണ്ട് അല്ലെങ്കിൽ പ്രസംഗമുണ്ട്, അങ്ങനെയുള്ള അനവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഇതില് കീഴടങ്ങി ഇരുന്ന് കാര്യങ്ങൾ പഠിക്കുക എന്നത് മാത്രമേ ഒരു സഹോദരി അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് ഇവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നുള്ളൂ. എന്നിരുന്നാൽ തന്നെയും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വസ്തുതയുടെ ഒരു അംഗീകരണം കൊണ്ട് തന്നെ ആയിരിക്കണം സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള ആ പദപ്രയോഗം വന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ തന്നെ അപ്പോസ്തലന്മാരുടെ ആ കാലയളവിൽ ചിന്തിക്കുകയാണെങ്കിൽ അനേക സഹോദരിമാര് ശുശ്രൂഷകൾ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം ആ കെങ്ക്രയ സഭയിലെ ഫേബയുടെ കാര്യത്തിൽ ആ പേര് പറഞ്ഞിട്ട് താഴോട്ട് ഏകദേശം 6-7 സഹോദരിമാർ ശുശ്രൂഷകൾ ചെയ്ത കാര്യങ്ങളൊക്കെ പേരെടുത്ത്
അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങളിൽ ആ റോമർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ പ്രിസ്കയെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ തന്നെ കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പെർസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ അനേകം സഹോദരിമാരുടെ കാര്യങ്ങൾ ആ 16-ാം അധ്യായത്തിൽ നമ്മൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യം, സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള ആ പദപ്രയോഗം അർത്ഥമാക്കുന്നത് കീഴടങ്ങിയിരിക്കുക എന്നുള്ള ആ ഒരു അർത്ഥമാണ് അവിടെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കൂടാതെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സഹോദരിയെ സംബന്ധിച്ച് അനവിധമായിട്ടുള്ള ശുശ്രൂഷകൾ, അല്ലെങ്കിൽ ഒരു സ്ഥലം സഭയിലും പുറമേയും കുടുംബത്തിലും അനേകമായിട്ടുള്ള ശുശ്രൂഷകൾ അവർക്ക് ഉണ്ടായിരിക്കും. നമ്മൾ തീത്തോസിന്റെ ലേഖനവും ഇതോടൊപ്പം പഠിക്കുകയാണല്ലോ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലോട്ടൊക്കെ വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വൃദ്ധമാർ യൗവനക്കാരികളെ നന്മ ഉപദേശിക്കുന്നവർ ആയിരിക്കണം, നന്മ ഉപദേശിക്കുന്നവർ ആയിരിക്കണം. ഇങ്ങനെയുള്ള പലവിധമായിട്ടുള്ള ശുശ്രൂഷകൾ സഹോദരിമാർക്ക് ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ VBS നടത്തുകയുണ്ടായി. ആ VBS നടത്തിയപ്പോൾ പലവിധമായിട്ടുള്ള ശുശ്രൂഷകൾ അതിൻ്റെ മധ്യേ ഉണ്ടായിരുന്നു. അതിൽ വന്നവർക്ക് സംബന്ധിച്ചവർക്ക് മനസ്സിലാവാൻ സാധിക്കും. അതിൽ സഹോദരന്മാർക്ക് മാത്രമല്ല അതിൽ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു, അനേക ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ടുവരണം, ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ്, അല്ലെങ്കിൽ ഫുഡിൻ്റെ ക്രമീകരണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വാക്യം പഠിപ്പിക്കുക, കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. ഇങ്ങനെയുള്ള പലവിധമായിട്ടുള്ള ശുശ്രൂഷകൾ VBSനോട് അനുബന്ധിച്ചുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെയും സഹോദരിമാർ വളരെ പങ്കുവഹിച്ചതായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഒരു ഉദാഹരണത്തിന് ആ VBS നടന്നപ്പോൾ നമ്മൾ അവസാനത്തെ ദിവസം അവർക്ക് ഭക്ഷണം കൊടുത്തല്ലേ, തീരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആ കഴിച്ച പ്ലേറ്റുകളും മറ്റും കഴുകിയതാരാ? സഹോദരിമാരാ കഴുകിയത്. അപ്പോൾ സഹോദരന്മാരെ കൂടെ നിന്ന് അവരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായിട്ട് ഞാനത് ചിന്തിച്ചപ്പോൾ കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ സഹോദരിമാർക്ക് ഒരു സഭയിൽ സംബന്ധിച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, വാക്യം പഠിപ്പിക്കുക, മക്കളെ ആത്മീയ നിലയിൽ വളർത്തുക, അവരെ സഭായോഗങ്ങളിൽ കൊണ്ടുവരാനായിട്ട് ഉത്സാഹിപ്പിക്കുക, ഇങ്ങനെയുള്ള പുറകെയുള്ള ശുശ്രൂഷകളൊക്കെ സഹോദരിമാർക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കുടുംബത്തിൻ്റെതായിട്ടുള്ള വലിയ ഉത്തരവാദിത്വങ്ങൾ സഹോദരിമാർക്കാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ ഈ സഹോദരന്മാരെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ശുശ്രൂഷകൾ സഹോദരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന പിന്തുണ നൽകുകയും ചെയ്യുന്നത് സഹോദരിമാരാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. സഭായോഗങ്ങളിൽ ഒരു സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടരുത് എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കും, ഞായറാഴ്ച യോഗങ്ങളിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് സ്തോത്രം ചെയ്താൽ എന്താണ് കുഴപ്പം? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ടോ? സഹോദരിമാർക്ക് ഞായറാഴ്ച സ്തോത്രം ചെയ്താൽ എന്താണ് പ്രശ്നം? അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ പഠിച്ചു വന്നത് കീഴടങ്ങിയിരിക്കുക, അത് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യം. നമ്മൾ ഒരു ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു സഹോദരൻ സ്തോത്രം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രബോധനം പറയുന്നത് ആ സഭയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സ്തോത്രം ചെയ്യുന്നതും പ്രബോധനം പറയുന്നതും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൂടി വേണ്ടുന്ന ഒരു കാര്യമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹോദരന്മാർ ചെയ്യുമ്പോൾ അവസാനം എന്താ? എല്ലാവരും ആമേൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനോട് സഹകരിച്ചു, അല്ലെങ്കിൽ എനിക്ക് ആത്മീയ വർധന ഉണ്ടായി, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി, അത് എല്ലാവരും പറയും. സഹോദരന്മാരും പറയും, സഹോദരിമാരും പറയും. അപ്പോൾ ഒരു സഹോദരി എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ ഒരു സഹോദരി ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ഒരു സ്തോത്രം ചെയ്യുക എന്നത്
അത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല. അത് എന്താ ദൈവീക കൽപ്പന, അല്ലെങ്കിൽ സഹോദരന്മാർ ചെയ്യുന്നതിനെ അതിനെ കൂടുതലായിട്ട് മുകളിലോട്ട്, അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് ഉള്ള സ്ഥാനം എടുക്കുന്നതായിട്ട് ഉള്ളത് കൊണ്ട് ഒരു പരസ്യ സ്തോത്രമായിട്ടുള്ള അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രബോധനമായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വേദപുസ്തകം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ കീഴടങ്ങി ഇരിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഒരുപക്ഷെ പ്രസംഗ അല്ലെങ്കിൽ സഹോദരന്മാർ വചന ശുശ്രൂഷയിലും അല്ലെങ്കിൽ മറ്റ് പ്രബോധനങ്ങളൊക്കെ പറയുമ്പോൾ വാക്യങ്ങളൊക്കെ പൊതുവെ സഹോദരന്മാരാണ് എടുത്ത് വായിക്കുന്നത്. എന്നാൽ സഹോദരിമാർ വാക്യം എടുത്ത് വായിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ സഹോദരന്മാർ തിരുത്തി തരണം. അപ്പോൾ ഇങ്ങനെ അത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കീഴടങ്ങൽ ലംഘനമായി തീരുമോ, അങ്ങനെയൊന്നും ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. അവർക്കും ഒരു വാക്യം വായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായത്. എന്നിരുന്നാൽ തന്നെയും മറ്റു കാര്യങ്ങളിലൊക്കെയും ദൈവം ഒരു ക്രമം വച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സഹോദരിമാർ അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് അവരെ ശുശ്രൂഷകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയുള്ള ജീവിതം തന്നെ ആയിരിക്കണം അവര് നയിക്കേണ്ടത്. നമ്മൾ അത് പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. സ്ത്രീത്വത്തിന്റെ അലങ്കാരമായ ലജ്ജാശീലം, സൗമ്യത, സാവധാനത, കീഴടങ്ങൽ മുതലായ ഈ കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കുക എന്നത് ഒരു സഹോദരിയെ സംബന്ധിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ തിമോഥെയോസിന്റെ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 8-ാമത്തെയും 9-ാമത്തെയും വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പുരുഷന്മാർ എല്ലായിടത്തും വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്നൊരു വാക്യം നമ്മൾ അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ താഴോട്ട് പൗലോസ് തൊട്ടടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ തന്നെ അലങ്കരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആയിത്തീരുവാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ ഒരു സഹോദരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പലവിധമായിട്ടുള്ള ശുശ്രൂഷകൾ ഉള്ളതായിട്ട് നമുക്ക് തിമോഥെയോസിന്റെ ലേഖനം, റോമർക്കെഴുതിയ ലേഖനം, ഇവയിലേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിമോഥെയോസിന്റെ ലേഖനത്തിലും റോമർക്കെഴുതിയ ലേഖനത്തിലും പലവിധമായിട്ടുള്ള ശുശ്രൂഷകൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. മറ്റുള്ളവരോട് ദയ കാണിക്കുക, അല്ലെങ്കിൽ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുക, അതിഥി സൽക്കാരം, ഇതൊക്കെ ഒരു സഹോദരിമാർ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുക, അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കുടുംബത്തിൽ ആ ശുശ്രൂഷയിൽ ഏറ്റവും മുൻകൈ എടുക്കുന്നത് സഹോദരിമാർ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അതിഥി സൽക്കാരം ചെയ്യുക. ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരു അതിഥി അല്ലെങ്കിൽ ഒരു സഹോദരൻ, സഹോദരി, മറ്റു കുടുംബങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നത് അത് ആ കുടുംബത്തിലെ സഹോദരിമാർ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. സഹോദരിമാരില്ലാതെ അതിഥി സൽക്കാരം ചെയ്യുവാനോ ഒരുപക്ഷെ അതിഥി സൽക്കാരം ചെയ്യുവാനായിട്ട് സാധിക്കും, ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിലൊക്കെ ഒരു പരിമിതി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ അബ്രഹാമിനെയും കുടുംബത്തെയും കുറിച്ച് കാണുമ്പോൾ അബ്രഹാം, സാറ, ഈ രണ്ടുപേരെയും എടുത്തു നോക്കുമ്പോൾ ഈ അബ്രഹാമിനെ കാണുവാനായിട്ട് 3 പുരുഷന്മാർ വരുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതിഥി സൽക്കാരത്തോടുള്ള ബന്ധത്തിൽ ഈ അബ്രഹാമും സാറയും ആ പുരുഷന്മാരെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ 18-ാം അധ്യായത്തിൽ അതിലെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം അവരെ എതിരേൽപ്പാനായിട്ട്
ഓടിച്ചെന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓടിച്ചെന്നതായിട്ട്. ഇതെന്തുകൊണ്ടാണ് ഈ അബ്രഹാമിന് ഇങ്ങനെ സാധിക്കുന്നത്? അത് അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും മറ്റ് ആ ഒരു വരുന്നവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ആ ശുശ്രൂഷകളിൽ താന് വിശ്വസ്തനായത് കൊണ്ടും അബ്രഹാം അവരെ എതിരേൽപ്പാനായിട്ട് ഓടിച്ചെന്നു. കൂടാതെ തന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന അവരുടെ കാലുകളെ കഴുകി, അത് ബഹുമാനത്തിൻ്റെ അന്നുള്ള ആചരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ തന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടതിന് ശേഷം ഭക്ഷണം തയ്യാറാക്കി എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ അബ്രഹാമും സാറയും അവർ ഇരുവരും ഒരുമിച്ച് ഈ വന്നവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. കൂടാതെ അബ്രഹാമിനെ കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കും, അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. എന്തിനായിരിക്കും സാറയുടെ അടുക്കൽ ചെന്നത്? ബന്ധപ്പെട്ട് ചെന്നു. ഒരു ഒഴുക്കൻ മട്ടിലല്ല, സാറ പുറകിൽ നിൽക്കുകയാണ്. അബ്രഹാം ബന്ധപ്പെട്ട് സാറയുടെ അടുക്കൽ ചെന്ന് എന്തിനായിരിക്കണം? ഈ വന്നവർക്ക് വേണ്ടി ഒരു സൽക്കാരം അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനായിട്ട് ഈ സാറായുടെ അടുത്ത് അബ്രഹാം ബന്ധപ്പെട്ട് ചെല്ലുകയാണ്. ബന്ധപ്പെട്ട്, അല്ലാതെ ഈ അബ്രഹാം പുറത്ത് ചെന്ന് മറ്റു മാർഗങ്ങളിലൂടെ നമ്മൾ ഇന്നൊക്കെ ചെയ്യുന്ന പോലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ വീടുകളിൽ ചെന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കൊണ്ടുവരിക, അങ്ങനെയൊന്നും അല്ല ഈ പ്രിയ കുടുംബം ചെയ്തത്. ബന്ധപ്പെട്ട് സാറയുടെ അടുക്കൽ ഓടിച്ചെന്നു. ഇതായിരിക്കണം യഥാർത്ഥ ഒരു ശുശ്രൂഷയുടെ ഒരു മാതൃക എന്ന് പറയുന്നത്. മറ്റുള്ളവരെ സ്വീകരിക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടുകൂടി അബ്രഹാമും കുടുംബവും ഇവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ വിരുന്ന് ഒരുക്കിയ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് പശുക്കൂട്ടത്തിൽ ഇളയത് ആയിട്ടുള്ള നല്ലതുമായിട്ടുള്ള ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അബ്രഹാം തന്നെയാണ് ഇതിനെ, ഈ കാളക്കുട്ടിയെ പിടിച്ച് ബാല്യക്കാരൻ്റെ അടുക്കലായിട്ട് ഏൽപ്പിച്ചു. അല്ലാതെ ഈ ബാല്യക്കാരനെ വിളിച്ചിട്ട് അവിടെ ഓർഡർ ഇടുകയല്ല ചെയ്തത്, നീ പോയി പിടിച്ചോണ്ട് ഒന്ന് ശരിയായി കൊണ്ടുപോവാ, ഇവിടെ വിരുന്നുകാരൊക്കെ ഉണ്ട്, അങ്ങനെയല്ല അബ്രഹാം അവിടെ ചെയ്തത്. നേരിട്ട് ചെന്ന് അതിൽ ഏറ്റവും നല്ലതുമായിട്ടുള്ള ഒരു കാളക്കുട്ടിയെ പിടിച്ച് ബാല്യക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അബ്രഹാം നേരിട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. കൂടാതെ തന്നെ ഈ ഭക്ഷണമൊക്കെ ഒരുക്കിയതിന് ശേഷം എന്നെ അധികമായിട്ട് ചിന്തിപ്പിച്ച ഒരു കാര്യം, ഇതെല്ലാം ഒരുക്കി മേശപ്പുറത്ത് വച്ച് ഇതെല്ലാം കൊടുത്തിട്ട് അങ്ങോട്ട് മാറി നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയല്ല അബ്രഹാം ചെയ്തത്. അവിടെ പ്രത്യേക ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, അവരുടെ അടുക്കൽ ശുശ്രൂഷിച്ചു നിന്നു. അവരുടെ അടുക്കൽ ശുശ്രൂഷിച്ചു. ആരുടെ അടുക്ക? ഈ വന്ന 3 പേരുടെ അടുക്കല് ഈ അബ്രഹാം ശുശ്രൂഷിച്ചു നിന്നു. ഇങ്ങനെയുള്ള ശുശ്രൂഷ നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ ഭക്ഷണമൊക്കെ ചിലപ്പോൾ ഒരുക്കാം, മേശകളിലൊക്കെ കൊണ്ട് നിൽക്കാം, എന്നാൽ ബാക്കിയൊക്കെ അവർ എടുത്ത് കഴിച്ചോളും, വേണമെങ്കിൽ അവരെടുത്ത് കഴിക്കട്ടെ, അല്ലെങ്കിൽ ബാക്കി അവിടെ ഇരിക്കട്ടെ എന്നുള്ള മനോഭാവമാണോ നമുക്കുള്ളത്? അതോ ഈ ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി അവരുടെ മുന്നിൽ വെച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് തൃപ്തിയായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടോ? അത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അതിഥി സൽക്കാരം അല്ലെങ്കിൽ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുക, ഈ നിലയിലൊക്കെ അതിഥി സൽക്കാരം ചെയ്യുന്നതിൽ സഹോദരിമാർക്ക് അവരുടേതായ ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ചിന്തിച്ചതുപോലെ ഈ അതിഥി സൽക്കാരം ചെയ്യുന്നതിൽ സഹോദരിമാര് അതല്ലെങ്കിൽ അവരുടെ ഒരു കുറവ് അവിടെ ഉണ്ടെങ്കിൽ അത് ഒരു അനുഗ്രഹമായിട്ട് നടക്കുന്നതിൽ ഒരു തടസ്സമൊക്കെ നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ മുന്നോട്ട് പോട്ടെ. ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവായ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ മാർത്തയും മറിയയും ഭവനത്തിൽ കൈക്കൊണ്ടതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. മാർത്തയും മറിയയും കർത്താവായ യേശുക്രിസ്തുവിനെ ശുശ്രൂഷിച്ചതായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ അവർ ഭവനത്തിൽ കൈക്കൊണ്ടു എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഭവനത്തിൽ കൈക്കൊണ്ടു അത് സഹോദരിമാരാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട്. കൂടാതെ തന്നെ നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസ് 5-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ
അവിടെ പറയുന്നത് ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുക. ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ സഹോദരിമാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കുക. നമ്മൾ ആദ്യം വായിച്ചതുപോലെ റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കെങ്ക്രയ സഭയിലെ ഫേബയെ കുറിച്ച് പറയുന്നത്, ആ വാക്യത്തിന്റെ അവസാനം വരുമ്പോൾ ഫേബയെ കുറിച്ച് പറയുന്നത്, അവൾ പലർക്കും സഹായം ചെയ്തിരിക്കുന്നു. അവൾ പലർക്കും സഹായം ചെയ്തിരിക്കുന്നു. ഈ ഫേബ സഭയിലെ ഒരു ശുശ്രൂഷക്കാരത്തിയായിരുന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും, സഹോദരിമാർക്ക് പലർക്കും പല സഹായങ്ങളും പല നിലയിലും ചെയ്യുവാനായിട്ട് സാധിക്കും. ബലഹീനരെ അവരെ സഹായിക്കുവാനായിട്ടും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനായിട്ടും ഒക്കെ സഹോദരിമാർക്ക് കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഈ സഹോദരിമാരുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് വരുന്ന, അല്ലെങ്കിൽ പലവിധമായിട്ടുള്ള ശുശ്രൂഷ, ഒരു സഭയെ സംബന്ധിച്ച് ഈ പലവിധമായിട്ടുള്ള ശുശ്രൂഷയിൽ മുന്നോട്ട് വരുന്ന സഹോദരിമാര് മൂപ്പന്മാരുടെ ഭാര്യമാർ തന്നെ ആയിരിക്കണമെന്നുള്ള ഒരു നെഗറ്റീവ് കാഴ്ചപ്പാടൊക്കെ നമ്മളെ ഉള്ളിൽ വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു സഭയെ സംബന്ധിച്ച് സഹോദരിമാർ ചെയ്യേണ്ടുന്ന ശുശ്രൂഷകൾ, ഉത്തരവാദിത്തങ്ങൾ അവിടുത്തെ എൽഡേഴ്സിൻ്റെ അല്ലെങ്കിൽ മൂപ്പന്മാരുടെ ഭാര്യ മാത്രമേ ചെയ്യാവൂ, മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല. ആ ശുശ്രൂഷകളിലൊക്കെ മുന്നോട്ട് വരേണ്ടത് ഇവർ തന്നെയാണ്. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പഴി ചാരുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ മൂപ്പന്മാരുടെ ആ കാര്യം തീത്തോസിന്റെ ലേഖനത്തിൽ പഠിച്ചപ്പോഴും, ഈ തീമത്തിയോസിന്റെ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ പഠിച്ചപ്പോഴും അവിടെയൊന്നും ശുശ്രൂഷക്കാരത്തികൾ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് അവിടെ പറയുന്നില്ല. അവിടെ പറയുന്നത്, നമ്മൾ ഈ ശുശ്രൂഷന്മാരുടെ കാര്യങ്ങൾ പഠിച്ച് അവരുടെ യോഗ്യതകളെ കുറിച്ച് പഠിച്ച് താഴോട്ട് വരുമ്പോൾ ആ അധ്യായത്തിൽ പറയുന്നു, ഔവണ്ണം സ്ത്രീകളും എന്നുള്ള പദപ്രയോഗത്തോടു കൂടിയാണ് അവിടെ തുടങ്ങുന്നത്. അവിടെ ഒരിക്കലും ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ മൂപ്പന്മാരുടെ ഭാര്യമാരോ എന്നുള്ള പദപ്രയോഗം ഉള്ളതായിട്ട് അവർ മാത്രമേ ശുശ്രൂഷകളിൽ ഏർപ്പെടാവൂ, അല്ലെങ്കിൽ അവർ മാത്രമേ ദൈവിക ശുശ്രൂഷയിൽ കടന്നു വരാവൂ എന്നുള്ള ആശയമൊന്നും അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. എന്നിരുന്നാൽ തന്നെയും പലപ്പോഴും ഇങ്ങനെയുള്ള ശുശ്രൂഷ, അല്ലെങ്കിൽ സഹോദരിമാർ ചെയ്യേണ്ടുന്ന ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പലപ്പോഴും ഉദാസീന മനോഭാവമൊക്കെ കാണിക്കാറുണ്ട്. ഉദാസീനമായിട്ടുള്ള മനോഭാവം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ ശുശ്രൂഷകളിൽ ഒരാളിൽ തന്നെ ഒതുങ്ങി നിൽക്കുക, അല്ലെങ്കിൽ 2-3 പേരിൽ ഒതുങ്ങി നിൽക്കുക. അവർ ചെയ്തു കൊള്ളട്ടെ, എനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള മനോഭാവത്തോടെ പല നിലയിലും നമ്മൾ ഒതുങ്ങി നിൽക്കാറുണ്ട്. എന്നാൽ സഹോദരിമാരെ സംബന്ധിച്ചും ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അവർക്ക് സഹോദരന്മാരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഒരു സഭയെ സംബന്ധിച്ച് ചിലപ്പോൾ അത് പൊതുവെ മറ്റുള്ളവർ കാണാത്ത ശുശ്രൂഷകളായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും അവർക്ക് അറിയാം ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നുള്ള ആ ഒരു ബോധ്യം അവർക്ക് ഉണ്ടെങ്കിൽ തന്നെയും അവർ ചെയ്യുന്നില്ല എങ്കിൽ അത് ദൈവത്തെ അനുസരിക്കുന്ന, അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ ഒരു സഭയിൽ ചെയ്യുവാനുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കുടുംബം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എന്നെ കൊണ്ട്, എൻ്റെ കുടുംബത്തെ കൊണ്ട് ഒരു സഭയിൽ ഏതൊക്കെ നിലയിൽ ഏതൊക്കെ കാര്യങ്ങളിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യാമെന്നുള്ള കാര്യം അത് സഹോദരിമാർ അറിഞ്ഞിരിക്കുകയും ആ അറിഞ്ഞ കാര്യങ്ങളോട് ശരിയായിട്ടുള്ള മനോഭാവങ്ങൾ കാണിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ നല്ല പ്രായത്തിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് സഹോദരന്മാരായാലും സഹോദരിമാരായാലും ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. എന്നാൽ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കർത്താവ് വരുവാൻ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ ബലഹീനമായിട്ട് തീരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ച് വിഷമിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മൾ ചിന്തിക്കും, അയ്യോ എനിക്ക് അന്ന്
ആ സമയത്ത് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നല്ലോ എന്നുള്ള ആ ഒരു ബോധ്യമൊക്കെ നമ്മളെ ചിലപ്പോൾ ഭരിക്കുവാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോഴൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവം ഇപ്പോൾ നമുക്ക് സാവകാശം തന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സഹോദരനെ സംബന്ധിച്ച് ആ പൂർണ്ണ പിന്തുണ കിട്ടിയില്ലെങ്കിൽ ആ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിക്ക് ശുശ്രൂഷകൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ബോധ്യത ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സഹോദരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സഭയിൽ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഉണ്ട് എന്നിരിക്കട്ടെ. എന്നാൽ ആ ഒരു കുടുംബത്തിൽ ആ സഹോദരിയുടെ അല്ലെങ്കിൽ ആ സഹോദരന്റെ പിന്തുണ സഹോദരിക്കും സഹോദരിയുടെ പിന്തുണ സഹോദരനും ഇല്ല എങ്കിൽ ആ ഒരു ആവശ്യബോധം അവരുടെ ഉള്ളിൽ ഭരിക്കുകയില്ല. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സഭ ദൈവത്തിൻ്റെതാണ്. ആ സഭ മുന്നോട്ട് ഏറ്റവും നല്ലതായിട്ട് ശുശ്രൂഷകളിൽ മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ കുടുംബം അതിനോട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയായിരിക്കണം. അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ ഏർപ്പെടാനോ അത് ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനോ സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു കാര്യം അത് എനിക്ക് ചെയ്യണമെന്നറിയാം, എന്നാൽ ഭാര്യ പറയണോ അത് ചെയ്യേണ്ടുന്ന ആവശ്യമൊന്നുമില്ല, അത് മറ്റുള്ളവർ ചെയ്യട്ടെ എന്നുള്ള ഒരു മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ ആ ഒരു ശുശ്രൂഷ അത് ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയില്ല. അതിന് പല തടസ്സങ്ങളും പല കാര്യങ്ങളും വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. സഹോദരിമാരുടെ അല്ലെങ്കിൽ സഹോദരൻ സഹോദരിക്ക്, സഹോദരി സഹോദരന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കണം. അല്ലാതെ ശുശ്രൂഷകളെ തളർത്തുവാനോ അത് ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുവാനോ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സമീപനം ആയിരിക്കരുത് അവർ തമ്മിൽ കൊടുക്കേണ്ടത്. ശരിയായിട്ടുള്ള ഒരു ഉത്സാഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ, ആ ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സഭയിലും കാര്യങ്ങൾ ശരിയായിട്ടുള്ള നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മളെ തന്നെ ചിന്തിക്കാം. ഏതൊക്കെ കുറവുകളാണ് അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ സഭയെന്ന് തന്നെ പറയട്ടെ, നമ്മുടെ സഭയിൽ എന്തൊക്കെ കുറവുകളാണ് ഉള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അതിനോട് ശരിയായിട്ടുള്ള ഒരു മനോഭാവം അത് എൻ്റെ ഉള്ളിലുണ്ടോ, അല്ലെങ്കിൽ അത് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ അതിനോട് പ്രതികരിക്കാതെ ഞാനൊരു ഉഴപ്പൻ മട്ടിൽ അത് വേറെ ആരെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്നുള്ളൊരു മനോഭാവത്തോട് നടക്കുന്നതെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത് സഹോദരിമാരോടുള്ള ശുശ്രൂഷയോടുള്ള ബന്ധപ്പെട്ടാണല്ലോ. അവർക്ക് പല നിലയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഉത്തരവാദിത്തങ്ങളും പല കാര്യങ്ങളും അവർക്ക് ചെയ്യുവാനായിട്ടുണ്ട്. അവർ ചെയ്യണം, അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ചിലപ്പോൾ പുറകെ നിന്ന് ചെയ്യേണ്ടുന്ന ശുശ്രൂഷകളായിരിക്കും അവരുടെ ഉള്ളിൽ ഉള്ളത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത്. സഹോദരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അത് മറ്റുള്ളവരാരും കാണുന്നില്ല, ആ കുടുംബത്തിലുള്ളവർ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ദൈവം മാനിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അവരെ പുറകിൽ നിന്ന് അധ്വാനിക്കുന്നതിൻ്റെ പ്രതിഫലനം അത് പുറത്ത് കാണുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് തന്നെ ചിന്തിക്കാം, ഞാൻ എത്രമാത്രം കുറവുള്ളവനാണ്, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷകളിൽ ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ശുശ്രൂഷകളിൽ ഞാൻ എത്രത്തോളം വിശ്വസ്തനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി യഥാർത്ഥമായിട്ട് ആ ശുശ്രൂഷയിൽ ഞാൻ ഉത്സാഹിച്ചിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷകളൊക്കെ ചെയ്തു അത് മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള കുടുംബക്കാരെന്തെങ്കിലുമൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ സഭാമൂപ്പൻ എന്ത് വിചാരിക്കും എന്നുള്ള മനോഭാവത്തോട് കൂടെയാണോ ഞാൻ ശുശ്രൂഷകൾ ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, അങ്ങനെയല്ല ശുശ്രൂഷകൾ ചെയ്യേണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ദൈവം എന്ന് വരെ എനിക്ക് ആരോഗ്യം തരുന്നുവോ, അല്ലെങ്കിൽ
ദൈവത്തിന് വേണ്ടിയിട്ട് എന്നുവരെ അധ്വാനിക്കാനായിട്ട് ദൈവം എനിക്ക് സാവകാശം തന്നിട്ടുണ്ടോ അന്ന് വരെ നാം ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ബലഹീനാവസ്ഥയിലൊക്കെ ആയിരിക്കുമ്പോൾ ഇതിനൊക്കെ ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം നമുക്ക് ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. കുറ്റബോധം ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. പലപ്പോഴും ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രതിഫലമൊന്നും ഒരുപക്ഷെ നമുക്ക് ഇവിടെ വെച്ച് കിട്ടിയില്ലെന്ന് വരും. എന്നിരുന്നാൽ തന്നെയും ഇവിടെ വെച്ച് വിശ്വസ്തമായിട്ട് വിശ്വസ്ത ശുശ്രൂഷകൾ ചെയ്ത് അതിൻ്റെ പ്രതിഫലം ദൈവം തരിക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിന്റെ മക്കളെ അനുഗ്രഹിക്കുമെന്നൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ അനുഗ്രഹങ്ങളൊക്കെ തരും, അതിൽ യാതൊരു സംശയമില്ല. അതിലപ്പുറമായിട്ടുള്ള ഒരു 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 അനുഗ്രഹങ്ങൾ നിത്യതയിൽ ദൈവം നമുക്ക് തരും, അതിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ളവർ എൻ്റെ ശുശ്രൂഷകൾ കണ്ടില്ല, അല്ലെങ്കിൽ അവർ സ്വീകരിച്ചില്ല. ദൈവം നിന്നെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് എനിക്ക് ബോധ്യമായിട്ടുണ്ടോ എങ്കിൽ നാം അത് വിശ്വസ്തയോടുകൂടി തന്നെ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ ദൈവം നമ്മെ സഹായിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ദൈവം ധാരാളമായിട്ട് ചിന്തിക്കട്ടെ. ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ അല്പമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരത്തില്ല. ശുശ്രൂഷകന്മാർക്ക് സഭയിലുള്ള സ്ഥാനം, അതിനെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. കൂടാതെ തന്നെ വിശുദ്ധന്മാരുടെ ശുശ്രൂഷ, അതും നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യമാണ്. കൂടാതെ തന്നെ നമ്മൾ ഈ തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ശുശ്രൂഷകന്മാരുടെ യോഗ്യതകളും അവർക്കുണ്ടായിരിക്കേണ്ടുന്ന കാര്യങ്ങളെയും കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ നമ്മളെ മൂപ്പന്മാരുടെ യോഗ്യതയിൽ വരുന്ന കാര്യങ്ങളാണ്, പഠിച്ച കാര്യങ്ങളാണ്. എന്നിരുന്നാൽ തന്നെയും അതിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ശുശ്രൂഷകന്മാരുടെ ബന്ധത്തിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ അത് ദൈവനാമ മഹത്വത്തിനായിട്ടാണോ ചെയ്യുന്നത്, അതോ നമ്മുടെ ശുശ്രൂഷകളിൽ എന്തെങ്കിലും മുടക്കം വരുന്നുണ്ടോ, ദൈവം ആക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളാണോ നാം ചെയ്യുന്നത്, അത് വിശ്വസ്തയോടുകൂടിയാണോ ചെയ്യുന്നത്, നല്ല മനസ്സാക്ഷിയോടുകൂടിയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. ദൈവം വരുന്ന ദിവസങ്ങൾ നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. അവൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.